ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ദേപ്പുട്ടിൽ പോയിരുന്നു. ദിലീപിൻ്റെ ദേപ്പുട്ട് എന്ന ഇതുണ്ടല്ലോ, പുട്ടിൻ്റെ കട, അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം 4 മണി ഒരു അസ്രസ്കാരത്തിന് ശേഷം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ വഴിയിലൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കയറിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ നാട്ടിൽ ഇതുവരെ പോയിട്ടൊന്നുമില്ല. ദിലീപിൻ്റെ ദേപ്പുട്ടൊക്കെ വന്നിട്ട് വർഷങ്ങളായല്ലോ. പക്ഷെ ഞങ്ങളാരും അവിടെ പോയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്നാണ് അതിനൊരു ഇത് കിട്ടിയത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതിന് മുന്നേ ഇവിടെ കുറച്ചായിട്ടുള്ളപ്പോൾ ഇത് ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ ഷറഫിയൻ്റെ അടുത്ത് ഇതിൻ്റെ സ്പോട്ട് അൽ റുവൈസിലാണ് കേട്ടോ. റുവൈസ് പറഞ്ഞ സ്ഥലത്ത് ഒരു ലുലുമാളുണ്ട്, അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണിത്. അവിടെ ജോയി ആലുക്കാസ് എന്ന് പറഞ്ഞ ജ്വല്ലറി ഉണ്ട്, അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ ദേപ്പുട്ടുള്ളത്. അപ്പം ഇവിടെ ഷറഫിയ ഞങ്ങൾക്കൊരു കുറച്ച് പോകാൻ ഒരു 10-15 മിനിറ്റൊക്കെ പോകാനുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മോന് വരുന്നതിന് മുന്നേ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം ഇനി മോന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് മോനെത്തിയപ്പോൾ ഒരു ദിവസം അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ തതന് മോനൊക്കെ വിളിച്ചിരുന്നു സിത്തൂനെ, അപ്പോൾ വന്നിട്ടില്ല. അപ്പം ഞങ്ങളാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ അടുത്തൊരു ആംബിയറാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, അടിപൊളി വൈബാണ്. ഫുഡാണെങ്കിലും കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ ഓരോ ഫ്ലേവറാണ്, ഒരു പുട്ട്, പലതരം പുട്ടുകളാണല്ലോ ഇവിടെ മെയിൻ. പിന്നെ ബിരിയാണി, തട്ടുദോശ, പൊറോട്ട അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. വെറും പുട്ട് മാത്രമല്ല കേട്ടോ. ഇവിടുത്തെ ഓരോ ഇതൊക്കെ കേട്ടോ ഞാൻ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പം ഇങ്ങനെ ഒരു കാവല്ല, ഒരു ഏലക്കായി പട്ടപ്പൂവൊക്കെ ഇട്ടിട്ടുള്ളൊരു ചായ കേട്ടോ ആദ്യം തരുന്നത്. അപ്പോൾ അത് ഞാൻ ചെറിയ ക്ലാസ്സിലാക്കി ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒഴിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത്, എടുത്ത് വെക്കുന്നത്. ഫ്ലാസ്കിലേക്കൊക്കെ ഒഴിച്ചിട്ട് അതിനിങ്ങനെ ചെറിയ ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് തരാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൈയൊക്കെ കഴുകി വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മെനു തന്നതാണ് കേട്ടത്, അവിടെയുള്ള മെനു. അപ്പോൾ ഇതിൻ്റെ മുൻ പേജിൽ തന്നെ പുട്ട് വന്ന വഴി എന്നുള്ള ഒരു കുറിപ്പോട് കൂടിയിട്ട് കുറച്ച് കുറിപ്പൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പേജാട്ടോ മുൻ പേജ്. പിന്നെയാണ് ഓരോ ഫ്ലേവറിലെ പുട്ടിനെ പറ്റി അതിൻ്റെ ഇതൊക്കെ ഉള്ളത്. പല ഫ്ലേവറുകളുണ്ട്, പല ഇതും ഉണ്ട് കേട്ടോ. ഇതെന്ത് ചാനല പട്ടൻ്റെ ഇതിൻ്റെയൊക്കെ അല്ലേ, അടിപൊളി ചായ, തലവേനക്കൊക്കെ നല്ല ഷാർപ്പ് ചായ. അടിപൊളി ചായ. ഇനിമ കൊടുക്കാൻ വന്നേ, ഈ ക്ലിപ്പൊക്കെ ക്യൂട്ട് തന്നെ. ഒരു കോന്തളിന്റെ പുട്ടും ചിക്കൻ്റെ പുട്ട്, ഒരു ചെമ്മീൻ്റെ പുട്ട് ഇവിടെ, ബിരിയാണി. പിന്നെ അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഓരോ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അവിടെ ഒരു ഇതിൽ നമ്മൾ ടേബിളിൻ്റെ സെൻറ്ററിൽ തന്നെ അങ്ങനെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, നട്ടപ്പാതിരാക്ക ഒരു പുട്ട് വൈബായാലോ എന്നുള്ള ഒരു ബോർഡ്. അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ളതാ പ്ലേറ്റൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെമ്മീൻ്റെ പുട്ടാണ്, മോന് പറഞ്ഞത് കൂന്തലിൻ്റെ, പിന്നെ മോള് പറഞ്ഞത് ചിക്കൻ്റെ പുട്ട്, പിന്നെ ഇതാട്ടോ പൂള കപ്പ ബിരിയാണിയാണ് പറഞ്ഞത്. ഇക്കാക്ക ചെമ്പൻ പുട്ട് ആണ് പറഞ്ഞത്, ഗോതമ്പ് പുട്ടാണ് പറഞ്ഞത്. ഞാൻ ഒരു കേട്ടപ്പോൾ വെച്ചാണല്ല ചെമ്പൻ പുട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെമ്മീൻ പുട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെമ്മീൻ്റെ കറി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്ലേവർ, അതിൻ്റെ ഒരു ചെമ്മീൻ്റെ മസാല അതിൻ്റെ ഉള്ളിൽ വെക്കും പുട്ടിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു സലാഡ്, അത് മാംഗോണ്ടാണെന്ന് പറഞ്ഞു അവർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് എടുത്തോളിന്ന് പറഞ്ഞു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ്. മാംഗോ, കക്കിരി, പിന്നെ ക്യാരറ്റ്, കാബേജൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവൾക്കൊക്കെ പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയായിരുന്നു കേട്ടോ അത്. അപ്പം അതുപോലെ മോൻ്റെത് വന്നിട്ടോ പുട്ട്, മോൻ്റെ കൂന്തലിനാണ്. അപ്പോൾ ഇങ്ങനെ കൂന്തലൊരു മസാല ഉണ്ടാവും, പുട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് കൂന്തലിൻ്റെ മസാല ഉണ്ടാവും, അതാണ് ഇതിൻ്റെത്. മോക്കുള്ളത് ചിക്കൻ പുട്ടാണ്, അതുപോലെ ചിക്കൻ പൊരിച്ചത് ഉണ്ടാവും, അതിൻ്റെ ഒരു കറി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ചിക്കൻ്റെ കുറച്ച് മസാല ഉണ്ടാവും കേട്ടോ. പിന്നെ കാക്ക എൻ്റെത് ഇങ്ങനെയാണ് കേട്ടോ, മസാല കറി ചെമ്മീൻ കുറച്ച് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ചെമ്മീൻ കറിയൊക്കെ, എനിക്ക് ഇഷ്ടമായിക്കണേ. പിന്നെ മക്കൾക്ക് പൊറാട്ട, പിന്നെ ചിക്കൻ 65 ആട്ടോ പറഞ്ഞത് അവർക്ക്.
അവർക്കത് മതിയാണ്. പിന്നെ ഇതാ പുട്ട്, മിക്കാക്ക് വെറും പുട്ട് മാത്രം, ചെമ്പൻ പുട്ടല്ല. അതിലേക്ക് കാക്ക ബീഫ് വരട്ടിയതാട്ടോ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയ ബീഫാണ്. പിന്നെ മോള് പുതിയാപ്പിള ഇതും പിന്നെ കപ്പ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സലാഡ്, നമുക്ക് ആദ്യം തന്നെ കൊണ്ടുവന്ന സലാഡാണ്. അപ്പോൾ എല്ലാവരും തിന്ന് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.